നമുക്ക് ഇന്ന് അടിപൊളി സിമ്പിൾ ചോക്കോ ലാവ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചോക്കോ ലാവ കേക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. അത് മൂന്ന് കൂട്ടുകൾ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ കേക്ക് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള കൂട്ടുകൾ. അതിന് ആവശ്യമായിട്ടുള്ള ഡയറി മിൽക്ക്, ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ ആവശ്യമുള്ള പാല്, പിന്നെ ബേക്കിംഗ് സോഡ. ഇതിലേക്ക് നമുക്ക് ഓരോ ഓറിയോ ബിസ്ക്കറ്റും പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയ്ക്കുള്ള ഓറിയോ ബിസ്ക്കറ്റ് ഇത് എടുത്താൽ മതി. ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള ഓറിയോ ബിസ്ക്കറ്റ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ 4 കവർ ഓറിയോ ബിസ്ക്കറ്റും ഇനി പൊട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി സെപ്പറേറ്റ് ആക്കാം. നമുക്കിതിലുള്ള ക്രീം എല്ലാം സെപ്പറേറ്റ് എടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തിട്ട് അടിക്കാൻ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിനുള്ള ഫുള്ള് ക്രീം നമ്മൾ വടിച്ച് ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് അടിക്കണം. ആ ക്രീം കളയാൻ പാടില്ല, നമുക്ക് ആവശ്യം വരും ആ ക്രീം. ലാസ്റ്റ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മതി. നമ്മളെല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് നമുക്കിനി മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ച് ചതച്ചുകൊണ്ട് വരാം. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് നല്ലപോലെ അരച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവശ്യത്തിനുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പാൽ ചേർത്താൽ മതി. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ലൂസായി പോകും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് കൊടുത്ത് സ്പൂൺ വെച്ച് ചെറുതൊക്കെ മിക്സ് ചെയ്യുക. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ മിനിമം ഒരു 5 മിനിറ്റ് ഞാൻ ഇത് ഇളക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ പാനിലേക്ക് മാറ്റാം. നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള പാത്രമാണ്. നമ്മൾ ഇതിൽ ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നത്. നമ്മൾ നല്ലപോലെ എണ്ണ തൂത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പൊട്ടിയേ അല്ലോ. നമുക്കിത് നമ്മൾ മിക്സ് ചെയ്ത കേക്കിൻ്റെ ബാറ്റർ നല്ലപോലെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം നമുക്കിത് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ നേരത്തെ നല്ലപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? അത് നമുക്ക് ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി ഇവ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്ന ഡയറി മിൽക്ക് സിൽക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മൾ വലിയ ഡയറി മിൽക്ക് എടുത്തിട്ടില്ല, നമുക്ക് ചെറിയ ഡയറി മിൽക്ക് മതി. നമ്മളിത് ഓരോ പീസായിട്ട് ഒടിച്ചൊടിച്ചായിടുന്നത് നമ്മൾ. കുഴപ്പമില്ല, ഡയറി മിൽക്കും കൊള്ളാം. നമ്മൾ 5ൻ്റെ 10 ഡയറി മിൽക്കാണ് വെച്ചത്. അതുകൊണ്ട് നമുക്ക് അത്ര ആവശ്യമുള്ളൂ. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഡയറി മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അവസാന ഡയറി മിൽക്കും തീർന്ന് നമ്മൾ ഫുള്ള് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് അടുപ്പേ വെച്ച് വേവിക്കാം. നമ്മുടെ കേക്ക് വെന്ത് സെറ്റായിട്ടുണ്ട്. നമ്മൾ 25 മിനിറ്റ് വെച്ചായിരുന്നു വേവിച്ചത്. നമ്മൾ വെന്ത് സെറ്റായി വന്ന് കൂട്ടുകാരെ. നമ്മൾ ചോക്കോ ലാവ കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വിചാരിച്ച ലാവ പോലെ വന്നിട്ടുണ്ട്, നമ്മൾ കേക്ക് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കേക്ക് നല്ല വെന്തിട്ടുണ്ട്. ആ ഡയറി മിൽക്കിൻ്റെ ആ മധുരം നല്ലപോലെ പിടിച്ചിട്ടുണ്ടത്. ഒരു ലക്ഷ്യമായ പഞ്ചസാര സിറപ്പൊന്നും നമ്മൾ ദ്രവിച്ചിട്ടില്ല. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് വിചാരിച്ചതിനെക്കാട്ടി സെറ്റായിട്ട് വളരെ കൂട്ടുകാരെ നമ്മുടെ കേക്ക്. അന്ന് ചോക്കോ ലാവ കേക്ക് പോലും വന്നതിനും ആ ഡയറി മിൽക്കിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഇതേപോലെ അടുത്ത റെസിപ്പി ആയിട്ട് വീഡിയോയിൽ പിന്നെയും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ. ബൈ.